കടക്കാവൂർ ചാവടുമുക്കിലെ ആളൊഴിഞ്ഞ ഉച്ചനേരം. ഈ നേരത്താണ് ആളുകൾ പെട്ടെന്നൊരു പെൺകുട്ടിയുടെ അലർച്ച കേൾക്കുന്നത്. ഓടിയെത്തിയപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. ശരീരമാസകലം വെട്ടേറ്റിട്ടുണ്ട്. രണ്ട് കൈക്കും കാലിനും തലയ്ക്കും മാരകമായി തന്നെ വെട്ടേറ്റ് കിടക്കുന്നു. ചോരയൊലിപ്പിച്ചാണ് കിടക്കുന്നത്. ശരീരത്തിൽ നിന്ന് വലതു കൈ പൂർണ്ണമായും അറ്റുപോയിട്ടുണ്ട്. 38-കാരിയായ കടക്കാവൂർ സ്വദേശി വിജിമോളാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. ഇതിന് തുടക്കം ഈ കാണുന്ന വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ്. ഇവിടെ ജോലി ചെയ്യുന്ന രണ്ടാം ഭർത്താവ് അനുവുമായി വിജിമോൾക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ മുതൽ തന്നെ ഇരുവരും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. കോട്ടയത്ത് ജോലി ചെയ്തിരുന്ന വിജിമോൾ ഇന്ന് വീണ്ടും നാട്ടിലേക്കെത്തുന്നു. നാട്ടിലേക്കെത്തി നേരെ എത്തിയത് ഈ കാണുന്ന വർക്ക്ഷോപ്പിലേക്കാണ്. ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വീണ്ടും വാക്കേറ്റമുണ്ടാകുന്നു. തർക്കം വലിയ രൂക്ഷമാവുകയും കടയിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വിജിമോളെ ആക്രമിക്കാൻ അനു ശ്രമിക്കുകയും ചെയ്യുന്നു. ജീവൻ രക്ഷിക്കുന്നതിനുവേണ്ടി വിജിമോൾ ഈ കാണുന്ന റോഡിലൂടെ ഓടുകയാണ്. പിന്നാലെ ഓടി ഈ കാണുന്ന വഴിയിൽ വെച്ചാണ് ഈ ഒരു ക്രൂരകൃത്യം അനു ചെയ്തിട്ടുള്ളത്. ഈ ഇടനാഴിയിലിട്ടാണ് വിജിമോളെ അനു ക്രൂരമായി ആക്രമിക്കുന്നത്. വെട്ടുകത്തി ഉപയോഗിച്ച് ആദ്യം കൈക്ക് വെട്ടുന്നു, പിന്നീട് തലയ്ക്കും കാലിനും വെട്ടി പരിക്കേൽപ്പിക്കുന്നു. ആദ്യത്തെ വെട്ടിൽ തന്നെ കയ്യിൽ ദേഹത്തു നിന്ന് ശരീരത്തിൽ നിന്ന് വലതു കൈ അറ്റ് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് വിജിമോൾ നിലവിളിക്കുന്നതും നാട്ടുകാർ ഓടിയെത്തുന്നതും. നാട്ടുകാർ ഓടിയെത്തിയതോടുകൂടി ഇയാൾ ആയുധവുമായി ഇവിടെ നിന്നും കടന്നുകളയുകയാണ്. തുടർന്ന് തൊട്ടടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നു. പോലീസ് ഇവിടേക്കെത്തി പരിശോധന നടത്തുന്നു. ഉടൻ തന്നെ ഒളിവിലിരുന്ന അനുവിനെ പോലീസ് പിടികൂടി. അഞ്ചുതെങ്ങ് സ്വദേശിയാണ് പിടിയിലായിട്ടുള്ള അനു. അനുവിനെക്കുറിച്ച് നാട്ടുകാർക്കും അങ്ങനെ വലിയ അഭിപ്രായങ്ങളില്ല. ആരോടും സഹകരിക്കാത്ത ഒരു പ്രകൃതമാണ് അനുവിന്റേത്. ഈ കുറ്റകൃത്യത്തിലേക്ക് അനുവിനെ നയിച്ചത് എന്താണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. കുടുംബ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ ഇതിന് പിന്നിലെ കാരണമെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.